ഹലോ, ഇന്നത്തെ നമ്മുടെ യാത്ര വീടിൻ്റെ തൊട്ടടുത്തുള്ള തോട്ടിലേക്കാണ്. അപ്പം ബക്കറ്റിൽ സോപ്പും ഷാമ്പും ഒക്കെ എടുത്താണ് പോകുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ തോട്ടിലേക്ക് പോകുന്നത്. ആദ്യം മിക്കപ്പോഴും പോകാറുണ്ടായിരുന്നു, ഇപ്പോൾ പോയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം എന്നാ അന്ന് തോട്ടിൽ പോയിട്ട് കുളിക്കാമെന്ന്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേട്ടായി അവിടുന്ന് അവരുടെ കാറ് കഴുകുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ ഏട്ടൻ്റെ മോളാണ്. അപ്പോൾ അവൾക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മുഖം മറിച്ചുകൊണ്ടാണ് വരുന്നത്. ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ എടുത്തിരുന്നു അലക്കാൻ വേണ്ടിയിട്ട്. തോട്ടിൽ നിന്ന് അലക്കുമ്പോൾ ഒന്നും കൂടി വേഗത്തിൽ കഴിയുകയും ചെയ്യും എന്ന് വിചാരിച്ച് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കൈ പിടിച്ചിരുന്നു. ഈ വരുന്നത് ഇളയ ആളാണ്, അവളുടെ കയ്യിലാണ് ബെഡ്ഷീറ്റൊക്കെ ഉള്ളത്. ഞാൻ സോപ്പും ബക്കറ്റും എടുത്ത് പിന്നെ ഫോണിൽ വീഡിയോ എടുക്കണമെന്നുകൊണ്ട് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത്, അതായത് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രം പരിചയപ്പെടുത്തി തരാം. ശ്രീ ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കൂടിയാണ് നമ്മളെന്നും സ്കൂളിലേക്കൊക്കെ പോവാറ്. ഇത് ഒരു ചെറിയ ചാലാണ്. മഴക്കാലത്ത് മാത്രമേ ഇതിലൂടെ വെള്ളം വരാറുള്ളൂ. ഇവിടെ ഉത്സവമൊക്കെ ഉണ്ടാവാറുണ്ട്. മെയ് മാസത്തിൽ ഗാനമേളയും കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇത് ഇവിടുത്തെ ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് നൂറാന്തോട്ടിലെ. നമ്മൾ ഇങ്ങനെ നടന്ന് തോട്ടിലിപ്പോൾ എത്തും എന്ന് വിചാരിക്കേണ്ട, കുറച്ചും കൂടി പോവാനുണ്ട്. ഈ വഴിയിലൂടെയൊക്കെ വേണം പോവാൻ. ഇവിടെയൊക്കെ ഒരുപാട് മാറിപ്പോയി. ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. സത്യം പറയുകയാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുവഴി ഞാൻ നടന്നു പോകുന്നത് തന്നെ. അപ്പോൾ എനിക്ക് വേറെ എവിടെയോ വന്ന പോലെയാണ്. ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു, ഒരു ചെറിയ ഇടവഴിയായിരുന്നു. ഇപ്പോൾ ഇത് കുറച്ചും കൂടി വീതിയുള്ള റോഡായിട്ടുണ്ട്. അന്നൊന്നും നടന്നു പോകാൻ പോലും പറ്റാത്തൊരു റോഡായിരുന്നു. അപ്പോൾ കുറേ മാറി, പിന്നെ ഒരുപാട് വീടുകൾ വന്നു. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ഈ ഭാഗത്തേക്ക് വരാറില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ എവിടെയാണോ എത്തേണ്ട തോട്ടിലേക്ക് എത്താൻ സമയമായി, എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണ വീണതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ പേടിയുണ്ട് വീഴുമെന്ന്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് അടിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ തോട്ടിലേക്ക് എത്തി ഗൈസ്, എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെൻ്റെക്കാട്ടി മുമ്പ് പോയി. അങ്ങനെ നമ്മൾ നമ്മുടെ തോട്ടിലേക്ക് എത്തി. താങ്ക് യു ഫോർ